ആഹുദാരിയോയെ നിങ്ങൾ മറന്നോ? ഭരണകൂടത്തിനു നേരെ ചോദ്യശരങ്ങൾ ഉന്നയിച്ച ആ ധീര വനിതയെ അത്ര പെട്ടെന്നൊന്നും ജനങ്ങൾ മറക്കാൻ ഇടയില്ല. ഹിജാബ് ശരിയായി ധരിച്ചില്ലെന്നാരോപിച്ച് സദാചാര പോലീസ് അവരുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി. ആ ആക്ഷേപം സഹിക്കവയ്യാതെ ഉൾവസ്ത്രം മാത്രം ധരിച്ച് ആൾക്കൂട്ടത്തിനു നടുവിലേക്കിറങ്ങി. അവിടെ ഇറാൻ ഭരണഘടന നോക്കുകുത്തിയായി. 2020 അനശ്വര രാജന് 18 തികഞ്ഞതെന്ന് അനശ്വര മറന്നാലും ജനങ്ങൾ മറക്കില്ല. ഷോർട്സും പീച്ച് കളർ ഓഫ് ഷോൾഡർ ടോപ്പും ധരിച്ച ചിത്രം പോസ്റ്റ് ചെയ്തതോടെ അങ്ങനെ അവളും സംസ്കാരമില്ലാത്തവളായി. അനശ്വരയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരുപാട് താരങ്ങൾ മുന്നോട്ട് വന്നിരുന്നു. യെസ്, വിമൺ ഹാവ് ലെഗ്സ് എന്ന ഓൺലൈൻ ക്യാമ്പയിനും അന്ന് തരംഗമായിരുന്നു. ദേവോം കെ ദേവ് മഹാദേവ് എന്ന സീരിയലിൽ പാർവതിയായി അഭിനയിച്ച സൊനാരിക ഭഡോരിയ കടലിന് നടുവിൽ ബോട്ടിലിരുന്ന് ഒരു ബിക്കിനി ചിത്രം പങ്കുവച്ചു. അന്നും ഒരുപാട് കമന്റുകൾ നിറഞ്ഞിരുന്നു. സമാന സാഹചര്യത്തിൽ ഇട്ട പോസ്റ്റ് ഡിലീറ്റ് ചെയ്യേണ്ടി വന്ന പാകിസ്ഥാനി മോഡൽ റോമ മൈക്കിളിനെയും ആരും മറന്നു കാണില്ല. എല്ലാത്തിനും ഉത്തരം ഒന്നേ ഉള്ളൂ: അവൾ ധരിച്ച വസ്ത്രം. മതവും സംസ്കാരവും വസ്ത്രത്തോട് കൂട്ടിക്കെട്ടുമ്പോൾ അവിടെ ഇല്ലാതാകുന്നത് അവളുടെ കംഫർട്ടാണ്. മറ്റുള്ളവരോട് ആദരവോടെ പെരുമാറുകയും സാഹചര്യത്തിനൊത്ത വസ്ത്രം ധരിക്കുന്നതുമല്ലേ ശരിയായ വസ്ത്രധാരണം? വസ്ത്രത്തെ സംസ്കാരത്തോട് ലയിപ്പിക്കുന്നവർ ചേയെ പോലുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കിച്ചാൽ മതി. റീമ കല്ലിങ്കലിൻ്റെ വാക്കുകൾ കടമെടുക്കാം. പ്രിയപ്പെട്ട സ്ത്രീകളെ, നിങ്ങൾക്ക് രസവും സുഖവും തോന്നുന്ന ഉടുപ്പിടുക. സമൂഹം എന്ത് ചിന്തിക്കുന്നു എന്നോർത്ത് ആശങ്കപ്പെടാൻ മാത്രം നീളമില്ല നമ്മുടെ ജീവിതത്തിന്. ഇതിലും നല്ല മറുപടി സ്വപ്നങ്ങളിൽ മാത്രം.